ഇപ്പൊ നമ്മുടെ ഈ ഒരു സമയത്ത് ഡേറ്റിംഗ് ആപ്സ് ഡെയിലി 1 by 1 ആയിട്ട് കൂടി കൂടി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നേരത്തെ ബംബിളോ അല്ലെങ്കിൽ ടിൻഡറോ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ എന്താണ് മലയാളികൾക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് അരികെയുണ്ട്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ഡെയിലി പ്രൊമോട്ട് ചെയ്യുന്ന ഫ്രണ്ട് ആപ്പ് ഉണ്ട്. നേരത്തെക്കാൾ ഒരുപാട് ഡേറ്റിംഗ് ആപ്സിന്റെ ഒരു റൈസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡേറ്റിംഗ് ആപ്സ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനോടത്തുള്ള പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിന്റെ ഓരോ ആസ്പെക്റ്റും ഡെയിലി മാറുന്ന പോലെ. അതെ, റിലേഷൻഷിപ്പിന് പുതിയ പുതിയ ടേംസ് ആയിട്ട് വിളിക്കുക. അതായത് സിറ്റുവേഷൻഷിപ്പ്, ഗോസ്റ്റിംഗ്, ബെഞ്ചിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ ടേംസ് ആക്കി വിളിക്കുക. അതൊക്കെ നോർമലൈസ് ആവുക. അതൊക്കെയാണ് ഇപ്പം അത് എത്രത്തോളം ആൾക്കാർക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് അതൊന്നുമല്ല, അതൊരു ട്രെൻഡാണ്. അപ്പൊ അത് ഫോളോ ചെയ്യാന്നുള്ളത് ഒരു കമ്പൽസറി സാധനം പോലെ ഇങ്ങനെ ഇപ്പൊ നടക്കുകയാണ്. ലൈക്ക് ഇപ്പൊ എന്താ പറയാ, ഫിലിംസിലായ കൂടിയും ഇങ്ങനത്തെ ടിൻഡർ, ബംബിൾ അങ്ങനത്തുള്ള ആപ്സിനൊക്കെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ഇപ്പത്തെ ഈ ജെൻസി തലമുറയ്ക്ക് അത് ഭയങ്കരമായിട്ടൊരു ഇൻഫ്ലുവൻസ് ആണ്. ഈ ഡേറ്റിംഗ്സ് ആയാലും അവർ ജസ്റ്റ് ഒരു ഹുക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടി ആയാൽ കൂടി അവർ യൂസ് ചെയ്യണത് ഈ ഒരു ഡേറ്റിംഗ് ആപ്സ് ആണ്. ലൈക്ക് ടിൻഡർ, ബംബിൾ അങ്ങനത്തെ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ പണ്ടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണുക, സോഷ്യലൈസ് ചെയ്യാം, നമുക്ക് ഇന്റർഫിയർ, നമ്മുടെ പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം പറഞ്ഞാൽ ഫുൾ ഒരു എന്താ പറയാ, ഈ ആപ്സ് വഴിയായി. ഈ ആപ്പ് അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്സിന് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതൊരു എന്താണ് ഡേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ആപ്പാണ്. നമുക്ക് ഒരിക്കലും ബാഡ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ഡേറ്റിംഗ് ആപ്സിന് കാരണം അല്ലെങ്കിൽ ആ ഡേറ്റിംഗ് ആപ്സിന്റെ ഉള്ളില് അത് ലുക്സിലോട്ട് മാത്രമായിട്ട് ഒതുങ്ങി പോവാണ്. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒന്നും ഒരു വിലയില്ലാതെ ലുക്സ് ബേസ് ചെയ്തിട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ ഏത് ഡേറ്റിംഗ് ആപ്പ് എടുത്താലും നമുക്ക് ഫോട്ടോസ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. നമ്മുടെ ഫോട്ടോ കാണുന്നത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ പാർട്ട്ണറിനെ എന്ത് രീതിയിൽ അട്രാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ടിപ്സ് കിട്ടും എങ്ങനെ ഒരു സ്വൈപ്പ് കിട്ടാന്നുള്ളത്. കൂടുതൽ പറയാം, നിങ്ങൾ വെൽത്തി ആണെന്ന് കാണിക്കാം, നിങ്ങളുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പടം ഇടുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അട്രാക്റ്റീവ്നെസിന്റെ ബേസിസിലാണ് നമുക്ക് മാച്ചസ് കിട്ടുക. അത് മാത്രമല്ല ഇപ്പൊ ഏതെങ്കിലും പെറ്റ്സിന്റെ കൂടെ നിൽക്കുക, അങ്ങനെ മറ്റൊരാളെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ മാച്ചിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണം. നമ്മുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, ശരിക്കുള്ളൊരു സ്വഭാവം അങ്ങനെയേ ആയിരിക്കില്ല. പക്ഷെ മാച്ച് കിട്ടണേന്റെ സേഫിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്യുന്നത്. സോ ഒരു കൈൻഡ് ഓഫ് ഡിസീവിംഗും ആണ് ഡേറ്റിംഗ് ആപ്സ് ഒക്കെ. ഈ മാച്ചസ് കിട്ടിയ എന്തോ സക്സസ് ആയി എന്നുള്ളൊരു സാധനമൊക്കെ ആൾക്കാർക്ക് വന്നു തുടങ്ങി. ഭയങ്കരമായിട്ട് അച്ചീവ്മെന്റ് അതിലൊക്കെ ആൾക്കാർ ഡിപ്പെൻഡഡ് ആയി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കാണുന്ന കണക്ക് തന്നെ ഇവിടെയും എന്താണ് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ ഫേക്ക് അക്കൗണ്ട്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർ കണക്റ്റഡ് ആവുകയും ചെയ്യും. റിലേഷൻഷിപ്പ് പോലത്തുള്ള എന്താണ് സിറ്റുവേഷൻസിലോട്ട് പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്യും. അത് ആൾക്കാരിൽ ഭയങ്കരമായിട്ട് മെന്റലി ഇമ്പാക്ട് ഉണ്ടാക്കും. ഒരാൾ സീരിയസ് ആയിരിക്കും, ഒരാൾക്ക് ടൈം പാസ് ആയിരിക്കും. ആ ഒരു രണ്ടുപേരിൽ ഒരാളെ ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് ഒരു ടീനേജറിനെയൊക്കെ സംബന്ധിച്ചോളം അവരാണ് ഇതൊക്കെ പെട്ടെന്ന് ഇതിലോട്ടൊക്കെ ഫസ്റ്റ് ഇത് കാണുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. ടീനേജറിന് അങ്ങനെ ഒരാൾ ഗോസ്റ്റിംഗ് ചെയ്ത് പോയാൽ, ഒരാൾ പെട്ടെന്ന് ഇട്ടിട്ട് പോയാല് ഇതൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഒരു മെന്റൽ ഹെൽത്തിനൊക്കെ, അത് പുറത്ത് പറയണമെന്നില്ല, പാരന്റ്സിനോടൊന്നും പറയണമെന്നില്ല. അതൊക്കെ ഭയങ്കര ഒരു മെന്റൽ ഹെൽത്തിനൊക്കെ അത് പ്രശ്നം ഉണ്ടാക്കും. ഡേറ്റിംഗ് ആപ്സ് വഴി തന്നെ ഓരോ ആൾക്കാരെ പറ്റിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ കാറ്റ് ഫിഷിംഗ് ഒരു മേജർ കാര്യം തന്നെയാണ് ഇങ്ങനത്തെ ആപ്സ് വഴി ചെയ്യാൻ പറ്റുന്നത്. ട്രൈങ് ടു ഫിറ്റ് ഇൻ ദ സൊസൈറ്റി, അങ്ങനെ ആ ഒരു മേജർ ടേമാണ് നമുക്ക് കാണാൻ പറ്റുക. ലൈക്ക് അത് നമ്മുടെ പ്രൊഫൈൽ ഗുഡ് ആക്കണം, നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി ആ ഒരു കാര്യത്തിൽ ഒരു വിഷയം അവർക്കല്ല. അതൊരു മെന്റലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇങ്ങനത്തെ ആപ്സ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ കൺവെൻഷനലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് മാച്ച് കിട്ടും. അവരുടെ ഈഗോ ബൂസ്റ്റ് ആവും. ഓക്കെ, എനിക്ക് ഇത്ര മാച്ച് എനിക്ക് മേ ബി ഞാൻ ഭയങ്കര സംഭവമായിരിക്കും അവർക്ക് തോന്നും. പക്ഷെ അത്ര കൺവെൻഷനലി അട്രാക്റ്റീവ് അല്ലാത്ത ആൾക്കാർക്ക് മേ ബി അത്ര മാച്ചസ് കിട്ടുന്നുണ്ടാവില്ല. എല്ലാവരുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ തന്നെയാണ്. ഒരുപാട് അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മാച്ചസ് കിട്ടുള്ളൂ. അതാണ് ഡേറ്റിംഗ് ആപ്സിന്റെ ഹോൾ പോയിന്റ്. സോ ഇപ്പൊ നമ്മൾ അട്രാക്റ്റീവ് അല്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മാച്ചസ് വളരെ കുറവാണെന്ന് പറയുന്നത് ഒന്നും കിട്ടിയില്ലെങ്കിൽ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. മാത്രമല്ല മേ ബി ലൈക്ക് നമുക്ക് തന്നെ ഭയങ്കര സെൽഫ് ഡൗട്ടിങ്ങും ആകും. അത് ഈ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കര അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ മാച്ച് കിട്ടിയില്ല, നമ്മൾ ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഒരു ലവ് ഇൻട്രസ്റ്റിനെ കണ്ടുപിടിക്കാൻ പോയിട്ട് നമ്മുടെ ഫുൾ കോൺഫിഡൻസ് തകർന്ന് ടൈറ്റായിട്ടുള്ളിൽ തിരിച്ചു വരുന്നുണ്ടാവും. ഈ ഇതിൽ കൂടുതൽ നമ്മൾ ഡെയിലി കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് തന്നെ നമ്മളെ ഇത് പറയുന്നുണ്ട്, ഇതേപോലെ ആപ്പുകളുണ്ട്, ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കിത് ബെനിഫിറ്റ്സ് ആവുന്നുണ്ട്, ഞാൻ ഇതിൽ കൂടെ നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചു. ഓക്കെ, അതൊരു നല്ല സൈഡ് ആയിരിക്കാം. പക്ഷെ അതായത് ഇപ്പൊ ഡേറ്റിംഗ് ആപ്പുകൾ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഇപ്പൊ കോളേജ് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോയിരുന്നിട്ട് നമുക്ക് ചാറ്റ് ചെയ്യണം. അങ്ങനത്തെ അത് ആ ഒരു കോളേജ് കഴിഞ്ഞൊരു സമയമോ അത് നമുക്ക് അതിന് ചെലവാക്കാനില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് എല്ലാരും ഇപ്പൊ ഇതിലോട്ടാണ്. ലൈക് ആൾക്കാർക്ക് കുറെ കൂടി ഇതായി കംഫർട്ടബിൾ. ലൈക് സോഷ്യലൈസ് ചെയ്യണ ആ ഒരു സ്റ്റേജ്
ഇപ്പൊ ഇല്ല ആൾക്കാരുടെ ഇടയിൽ. കുറെ ടേംസ് ഒക്കെ വരുന്നു, ലൈക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അങ്ങനത്തെ ഉള്ള കുറെ ടേംസ്, ലൈക് പിന്നെ ഗോസ്റ്റിംഗ്, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനത്തെ ഉള്ള കുറെ ടേംസ് തന്നെ വരുന്നുണ്ട്. നേരത്തെ നമുക്കൊരു നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്ത് തരുന്ന ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഒരു നാച്ചുറൽ ആയിട്ട് ഒരാളെ മീറ്റ് ചെയ്യുന്നു, അയാളായിട്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് ഗ്രാജുവലി അതൊരു റിലേഷൻഷിപ്പിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പക്ഷെ നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ടി നോക്കിയിട്ടാണ് ആപ്സിലേക്ക് നമ്മൾ പോകുന്നത്. ഡേറ്റിംഗ് ആപ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ബാക്കി ഒരു ഓപ്ഷൻസ് ആരും എക്സ്പ്ലോറേ ചെയ്യുന്നില്ല. സോഷ്യലൈസിങ് ഒരുപാട് തന്നെ കുറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നത്. അവരങ്ങനെ ഒരു ഓപ്ഷനെ എക്സ്പ്ലോർ ചെയ്യാണ്ട് നേരെ ഡേറ്റിംഗ് ആപ്പിൽ പോവാ. അത് പിന്നെ പറയുന്നത് ഒരു മോശം കാര്യമല്ല, പക്ഷെ അതൊരു ഓവർ യൂസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്തും ഡേറ്റിംഗ് ആപ്സിനെ ഒരുപാട് പ്ലേ ചെയ്യുന്ന പോലെ ഉണ്ട്. നമ്മളല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മളതിൽ പ്രസന്റ് ചെയ്യണത്. ഈവൻ പേഴ്സണാലിറ്റി വരെ നമുക്ക് ഇപ്പൊ എല്ലാ ആപ്സിലും ഉണ്ടാവും എന്തെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റിയെ പറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ പ്രോംപ്റ്റ്സോ ബയോ ഒക്കെ അതും എല്ലാവരും ഗൂഗിൾ ചെയ്തും ചാറ്റ് ജിപിടി കടിച്ചു മാറ്റി ഓരോന്നൊക്കെ എടുത്തിടും. അപ്പൊ നമുക്ക് വിശ്വസിക്കേണ്ട, നമുക്ക് ആ ഒരു ആപ്പ് കണ്ടിട്ട് നമുക്ക് മേ ബി ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് മാത്രം ജഡ്ജ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അയാളായിട്ട് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് ആപ്പിൽ കണ്ട ഒരാളെ അല്ല അയാളൊരു ഫിസിക്കലി മാത്രമല്ല ആ ഒരു പേഴ്സണാലിറ്റി വൈസ് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളല്ല അയാൾക്ക് നമ്മൾ പിന്നീട് വൈകിയായിരിക്കും തിരിച്ചറിയണം. പുതിയ ടേംസ് ഒക്കെ വരുവാണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഏതായാലും ആവാന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവണമെന്നില്ല. കാരണം പുതിയ പുതിയ ടേംസ് വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗോസ്റ്റിംഗ് ആയാലും, ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മള് നോർമലി ഒരു റിലേഷൻഷിപ്പ് പോലെ പൊക്കോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ആളെ കാണാതാവും, ഒരു വിവരം ഇല്ലാണ്ടിരിക്കുന്നതാണ് ഗോസ്റ്റിംഗ്. സോംബിങ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഗോസ്റ്റിംഗ് വേറെ ടൈപ്പ്, അതായത് പോയിട്ട് ആള് റിലേഷൻഷിപ്പ് ഇരുന്നിട്ട് ഒരാള് പെട്ടെന്ന് കാണാതായിട്ട് ആവശ്യമുള്ളപ്പോ തിരിച്ചു വരിക, അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട്. ഇപ്പൊ വേറെ ടേംസ് എന്തെങ്കിലും ലൈക് ബെഞ്ചിങ് കൊണ്ടൊരു ടേം ഉണ്ട്, എന്താ പറയുക, ഒരാളെ വെച്ചിട്ട് തന്നെ വേറെ റിലേഷനിൽ കൊണ്ടുപോയി നടക്കുക, അങ്ങനത്തെ ലൈക്ക് ഒരു ബാക്കപ്പ് പോലെ കൊണ്ട് നടക്കുക, അങ്ങനത്തെ ഉള്ള ഒരു കുറെ കാര്യങ്ങൾ തന്നെ ഉണ്ട്. ഇതിപ്പോ ഈ സിറ്റുവേഷൻഷിപ്പും സോംബിങ് ഗോസ്റ്റിംഗ് അല്ലാണ്ട് ഒരുപാട് ടേം ഉണ്ട്. ഇപ്പൊ ഡെയിലി ഓരോ ടേംസ് വരുവാന്ന് തോന്നുന്നു. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴാണ് ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയിട്ട് വരുന്നത്. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ആണോ അല്ലയോ എന്ന് അറിയാത്ത ഒരു സ്റ്റേജ് ആണ്. ലൈക്ക് റിലേഷൻഷിപ്പ് ഫുള്ളി കമ്മിറ്റഡ് അല്ല, എന്നാ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് തിങ്സ് ചെയ്യുന്നു എന്നുള്ളൊരു സ്റ്റേജ് ആണ്. സിറ്റുവേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ മേ ബി നമ്മുടെ പാർട്ട്ണർ നമ്മളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മൾക്ക് കൺവേ ചെയ്തിട്ടുണ്ടാവും നമ്മളൊരു സിറ്റുവേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ കാഷ്വലിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പോലും അറിയില്ലെങ്കിൽ നമ്മൾ അവിടെ ഫോളോ ആവുകയാണ്. ബ്രെഡ് ക്രംബിംഗ് ഉണ്ട്. ബ്രെഡ് ക്രംബിംഗ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു അത്യാവശ്യം ഇമോഷണലി ആണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഇടയ്ക്കിടയ്ക്ക് മാത്രം കുറച്ച് അഫെക്ഷൻ കൊടുത്തിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ലീഡ് ഓൺ ചെയ്ത് നമ്മളെ ആ റിലേഷൻഷിപ്പ് വിട്ടു പോവാണ്ട് ഇരിക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ എന്താ ലവ് ബോംബിംഗ് ഉണ്ട്, പിന്നെ ഗ്രൂമിംഗ് ഉണ്ട്, ടോക്കിംഗ് സ്റ്റേജ്, അങ്ങനെ എന്തൊക്കെ ടേം ആണ്. ഈ ടേംസ് ഒന്നും നമ്മള് അറിഞ്ഞില്ല എന്ന് നമ്മൾ ഭാവിക്കില്ല. ഇപ്പം ആരെങ്കിലും ഒക്കെ വന്ന് ഇതേപോലെ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്കും നാണക്കേടാണല്ലോ ഇതൊന്നും അറിയാതിരിക്കുന്നത്, നമ്മൾ അവരുടെ വൈദ്യുതി പോകില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മള് അതുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ആവും. നമ്മള് പണ്ടത്തെ ആ ഒരു എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, എന്നാലും ആ ഒരു എസെൻസ് എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളും അവരുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ആവും. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ ടിൻഡർ, ബംബിൾ എന്നുള്ള ആപ്സിനെ കാട്ടിയും കുറച്ചുകൂടി സോഷ്യലൈസ് ചെയ്ത ആൾക്കാരായിട്ട് ഇടപഴകി അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, പ്രേമം, സ്നേഹം, അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് പോകണം എന്നാണ് ഒരു നല്ലൊരു ഒപ്പീനിയൻ ആയിട്ട് തോന്നുന്നത്. ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബംബിളും ടിൻഡറിനെ നമുക്ക് മൊത്തത്തിൽ വേണ്ടാന്ന് പറയാനും പറ്റില്ല. എന്നാലും നമ്മളുടെ ഈ ഒരു ഇതില് മോഡേൺ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഡേറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് സിറ്റുവേഷൻഷിപ്പിലായാലും എന്ത് ടോപ്പിക് സ്റ്റേജ് ആയാലും നമ്മള് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. നമ്മൾ ഈ കോൺസെപ്റ്റിനെ പറ്റിയിട്ടായാലും നമ്മുടെ പാർട്ട്ണറായിട്ട് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും നമ്മൾ എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും, പിന്നെ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടതും, റിലേഷൻഷിപ്പിനെ പറ്റി നമുക്കൊരു അവയർനെസ് ഉണ്ടാവണതും, ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലോണം നിന്ന് പോകാനും നല്ലൊരു ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതിനും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു ടോപ്പിക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് തന്നെ ഇതൊക്കെ തുടങ്ങി ലോങ് ഡിസ്റ്റൻസിൽ ആൾക്കാർ ഇതേപോലെ ഡേറ്റിംഗ് ആപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അവര് ഭയങ്കര ട്രോമയിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ലൈക്ക് ഇത് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് വളരരുത്, അതിന്റെ ഒരു പോസിറ്റീവ് സാധനത്തിൽ നമ്മൾ അത് പിടിച്ച് തന്നെ നിൽക്കണം എന്ന് വിചാരിക്കുന്നത്. സോ